ബിറ്റ് അക്കാഡമി. അർജുൻ സാറാണ് നിങ്ങളുടെ സുവോളജി ഫാക്കൽറ്റി. അപ്പോൾ നമുക്ക് +1 സുവോളജിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ദ ലിവിങ് വേൾഡ് എന്ന് പറയുന്ന ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പം നമുക്കറിയാം ലിവിങ് വേൾഡ് +1 സുവോളജിയിൽ തന്നെ ഏറ്റവും ചെറിയ ചാപ്റ്റർ ആണ് ഏത് ലിവിങ് വേൾഡ് എന്ന് പറയുന്നത്. ഏറ്റവും കുറവ് വെയിറ്റേജിന് ചോദിക്കുന്ന ഒരു ചാപ്റ്ററാണ്. അതുപോലെ ഏറ്റവും കുറവ് നമുക്ക് പഠിക്കാനുള്ള ചാപ്റ്ററുമാണ് ഏത് ലിവിങ് വേൾഡ്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഫസ്റ്റ് അറിയേണ്ട കാര്യം എന്താണ് ബയോഡൈവേഴ്സിറ്റി. ബയോഡൈവേഴ്സിറ്റി മലയാളത്തിൽ ജൈവ വൈവിധ്യം എന്നൊക്കെ നമ്മൾ പറയും അല്ലേ. അപ്പം എന്താണ് ബയോഡൈവേഴ്സിറ്റി? ഇറ്റ് റെഫേഴ്സ് ടു ദ നമ്പർ ആൻഡ് ടൈപ്സ് ഓഫ് ലിവിങ് ഓർഗാനിസംസ് പ്രസന്റ് ഓൺ ദ എർത്ത്. നമ്മളെ എർത്ത് അല്ലെങ്കിൽ ഭൂമിയിലുള്ള നമ്പർ ആൻഡ് ടൈപ്പ് ഓഫ് ലിവിങ് ഓർഗാനിസംസ് അതിനാണ് നമ്മൾ എന്ത് വിളിക്കുക? ബയോഡൈവേഴ്സിറ്റി എന്ന് വിളിക്കുക. അപ്പം എന്താണ് ബയോഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ ജൈവ വൈവിധ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് റെഫേഴ്സ് ടു ദ നമ്പർ ആൻഡ് ടൈപ്സ് ഓഫ് ലിവിങ് ഓർഗാനിസംസ് പ്രസന്റ് ഇൻ ദ എർത്ത്. ഓക്കെ, ഇനി ഇതിലെ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു ഭാഗമാണ് ടാക്സോണമി എന്ന് പറയുന്നത്. അപ്പം ടാക്സോണമി എന്താന്നുള്ളത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ടാക്സോണമി ഈസ് എ ബ്രാഞ്ച് ഓഫ് ബയോളജി ഡീലിംഗ് വിത്ത് ക്യാരക്ടറൈസേഷൻ, ഐഡന്റിഫിക്കേഷൻ, ക്ലാസിഫിക്കേഷൻ ആൻഡ് നോമൻക്ലേച്ചർ. എന്താണ് ടാക്സോണമി എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് ബയോളജി ഡീലിംഗ് വിത്ത് ക്യാരക്ടറൈസേഷൻ, ഐഡന്റിഫിക്കേഷൻ, ക്ലാസിഫിക്കേഷൻ ആൻഡ് നോമൻക്ലേച്ചർ. ഈ 4 കാര്യങ്ങൾ ആലോചിക്കുക. ക്യാരക്ടറൈസേഷൻ, ഐഡന്റിഫിക്കേഷൻ, ക്ലാസിഫിക്കേഷൻ, നോമൻക്ലേച്ചർ. ഓക്കെ, അപ്പം എന്താണ് ഈ ക്യാരക്ടറൈസേഷൻ എന്ന് പറഞ്ഞാൽ? അതിൻ്റെ ആ ഓർഗാനിസത്തിന്റെ ക്യാരക്ടേഴ്സ്, സ്വഭാവം ഒബ്സർവ് ചെയ്യുക. അതിനാണ് എന്താ പറയുക? ക്യാരക്ടറൈസേഷൻ. ഓക്കെ, ഇനി ഐഡന്റിഫിക്കേഷൻ എന്താ? ഐഡന്റിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? തിരിച്ചറിയാം അല്ലേ. പിന്നെ ക്ലാസിഫിക്കേഷൻ, എന്താണ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ? തരംതിരിക്കുക. അതിനാണ് എന്താ പറയുക? ക്ലാസിഫിക്കേഷൻ. ആൻഡ് ലാസ്റ്റ് വൺ നോമൻക്ലേച്ചർ. നോമൻക്ലേച്ചർ മീൻസ് നെയിമിംഗ് എന്നർത്ഥം. നെയിമിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? പേരിടുക. ഓക്കെ, അപ്പം ടാക്സോണമിയിൽ 4 കാര്യങ്ങൾ: ക്യാരക്ടറൈസേഷൻ, ഐഡന്റിഫിക്കേഷൻ, ക്ലാസിഫിക്കേഷൻ, നോമൻക്ലേച്ചർ. ഓക്കെ, പിന്നെ ഒരു കാര്യം കൂടി ആലോചിക്കുക. കാൾ ലിനേയസ് ഇസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ടാക്സോണമി. എപ്പോഴും ചോദിക്കുന്ന ഒരു 1 വേർഡ് ആണ്, അല്ലെങ്കിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ചോദിക്കുന്നതാണ്. ഹു ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ടാക്സോണമി? ഫാദർ ഓഫ് ടാക്സോണമി എന്ന് അറിയപ്പെടുന്നത് കാൾ ലിനേയസ് ആണ്. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പം ബയോഡൈവേഴ്സിറ്റി എന്താന്ന് പറഞ്ഞു, ടാക്സോണമി എന്താന്ന് പറഞ്ഞു, ഫാദർ ഓഫ് ടാക്സോണമി ആരാണെന്ന് പറഞ്ഞു. ഓക്കെ, ഇനി വേറൊരു ടേമാണ് നമുക്കറിയേണ്ടത്, സിസ്റ്റമാറ്റിക്സ്. സിസ്റ്റമാറ്റിക്സ് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. ബ്രാഞ്ച് ഓഫ് സയൻസ് ഡീലിംഗ് വിത്ത് ടാക്സോണമി ആൻഡ് ദ റെവല്യൂഷണറി റിലേഷൻഷിപ്പ്. അതായത് തൊട്ട് മുന്നേ നമ്മൾ ടാക്സോണമി എന്താന്ന് പഠിച്ചു. ടാക്സോണമീൻ്റെ കൂടെ ആ ഒരു ഓർഗാനിസം എങ്ങനെ ഇവോൾവ് ചെയ്തു, അതിനാണ് അതിൻ്റെ എവല്യൂഷണറി റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ടാക്സോണമി പ്ലസ് എവല്യൂഷണറി റിലേഷൻഷിപ്പ്. അതും കൂടി പഠിക്കുകയാണെങ്കിൽ അതിന് എന്ത് വിളിക്കാം? സിസ്റ്റമാറ്റിക്സ് എന്ന് വിളിക്കാം. ഓക്കെ, അപ്പം എന്താണ് സിസ്റ്റമാറ്റിക്സ്? ടാക്സോണമി പ്ലസ് എവല്യൂഷണറി റിലേഷൻഷിപ്പ്. അത് രണ്ടും കൂടി ഉള്ളതിനെ വിളിക്കുന്ന പേരാണ് സിസ്റ്റമാറ്റിക്സ്. അപ്പം ബയോഡൈവേഴ്സിറ്റി ആയി, ടാക്സോണമി ആയി, സിസ്റ്റമാറ്റിക്സ് ആയി. ഒന്നും കൂടി പറയാം. എന്താണ് ബയോഡൈവേഴ്സിറ്റി? ഇറ്റ് റെഫേഴ്സ് ടു ദ നമ്പർ ആൻഡ് ടൈപ്സ് ഓഫ് ലിവിങ് ഓർഗാനിസംസ് പ്രസന്റ് ഓൺ ദ എർത്ത്. ടാക്സോണമിയിൽ 4 കാര്യങ്ങൾ: ക്യാരക്ടറൈസേഷൻ, ഐഡന്റിഫിക്കേഷൻ, ക്ലാസിഫിക്കേഷൻ, നോമൻക്ലേച്ചർ. ഇനി ഫാദർ ഓഫ് ടാക്സോണമി എന്നറിയപ്പെടുന്നത് കാൾ ലിനേയസ് ആണ്. സിസ്റ്റമാറ്റിക്സ് എന്താ? ഈ പറഞ്ഞു, ടാക്സോണമി പ്ലസ് എവല്യൂഷണറി റിലേഷൻഷിപ്പ്. അതും കൂടി വന്നു കഴിഞ്ഞാൽ എന്തായി? സിസ്റ്റമാറ്റിക്സ് ആയി. ഓക്കെ, ഇനി നമുക്ക് തൊട്ടടുത്ത സ്ലൈഡിലേക്ക് പോവാം. നമ്മൾ നേരത്തെ പറഞ്ഞു ക്യാരക്ടറൈസേഷൻ, ഐഡന്റിഫിക്കേഷൻ, ക്ലാസിഫിക്കേഷൻ, നോമൻക്ലേച്ചർ. ഈ 4 സാധനമാണ് ടാക്സോണമിയിൽ വരുന്നത് പറഞ്ഞു അല്ലേ. അപ്പോൾ അതിൽ ക്യാരക്ടറൈസേഷനും ഐഡന്റിഫിക്കേഷനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കാനില്ല. എന്താ? അണ്ടർസ്റ്റാൻഡിങ് ദ ക്യാരക്ടർ ഓഫ് ആൻ ഓർഗാനിസം സച്ച് ആസ് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ സ്ട്രക്ചർ ആൻഡ് ദെർബൈ ഐഡന്റിഫൈയിങ് ദ ഓർഗാനിസംസ്. അതിൻ്റെ എന്താ പറയുക, ക്യാരക്ടേഴ്സിനെ കുറിച്ച് പഠിക്കുക, എന്നിട്ട് അതിനെ ഐഡന്റിഫൈ ചെയ്യുക. അത്രേ ആ കാര്യം നമുക്ക് അറിയേണ്ടതുള്ളൂ. അതിൽ നമുക്കിതിൽ മെയിനായിട്ട് പഠിക്കാനുള്ളത് നോമൻക്ലേച്ചറും ക്ലാസിഫിക്കേഷനാണ്. നോമൻക്ലേച്ചർ എന്ന് നോക്കിയേ, ഞാൻ പറഞ്ഞു നോമൻക്ലേച്ചർ എന്ന് പറഞ്ഞാൽ എന്താ? നെയിമിങ്, പേരിടുക അല്ലേ. ദ പ്രോസസ് ഓഫ് നെയിമിങ് ദ ഓർഗാനിസം സച്ച് ദാറ്റ് ഓർഗാനിസം ഈസ് ഐഡന്റിഫൈഡ് ബൈ സെയിം നെയിം ഓൾ ഓവർ ദ വേൾഡ്. ആ ഒരു പ്രത്യേകത ഉണ്ട്. എന്തിനാണ് ഈ നോമൻക്ലേച്ചർ അല്ലെങ്കിൽ നെയിമിങ് ചെയ്യുന്നത്? ഒരേ നെയിമിൽ ആ ഒരു സയന്റിഫിക് നെയിം അല്ലെങ്കിൽ ബയോളജിക്കൽ നെയിം ലോകത്തിൽ എല്ലാ സ്ഥലത്തും ഒരേതായിരിക്കും അല്ലേ. അപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പല ലോക്കലി ഓരോ സാധനത്തിന് പല പല പേരുകളുണ്ടാവും. അപ്പം നോമൻക്ലേച്ചറിന് നമ്മൾ പറഞ്ഞു എന്താണ്? നെയിമിംഗ് എന്ന് പറഞ്ഞു. ആ നെയിമിങ്ങിന്റെ പ്രത്യേകത എന്താണ്? ഈ ഒരു നെയിമിംഗ് കൊടുത്തു കഴിഞ്ഞാൽ ലോകത്തെ എല്ലാ സ്ഥലത്തും ഒരേ പേരിലാണ് അത് അറിയപ്പെടുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പം ഞാൻ പറഞ്ഞു, ഇപ്പം എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പപ്പായ അല്ലേ. പപ്പായ എന്ന് പറയുന്ന ഫ്രൂട്ട്.
അതിന് ലോക്കലി പല പേരുകളിലാണ് അത് അറിയപ്പെടുക. ചില സ്ഥലത്ത് കറമൂസ എന്ന് പറയും, ചില സ്ഥലത്ത് പപ്പായ എന്ന് തന്നെ പറയും, ചില സ്ഥലത്ത് കപ്ലങ്ങ എന്ന് പറയും, ചില സ്ഥലത്ത് ഓമയ്ക്ക എന്ന് പറയും. അങ്ങനെ ഓരോരോ വാക്കുകളായിരിക്കും അതിന് യൂസ് ചെയ്യുക. പക്ഷേ ഈ ഒരു നോമൻക്ലേച്ചർ കഴിഞ്ഞാൽ നമ്മൾ അതിനെ സയന്റിഫിക് നെയിം അല്ലെങ്കിൽ ബയോളജിക്കൽ നെയിം എന്ന് പറയാം. സയന്റിഫിക് അല്ലെങ്കിൽ ബയോളജിക്കൽ നെയിം. ഓക്കെ, അപ്പം ആ ഒരു നെയിം, ഈ ഒരു നെയിമിങ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നോമൻക്ലേച്ചർ കഴിഞ്ഞാൽ സയന്റിഫിക് നെയിം അല്ലെങ്കിൽ ബയോളജിക്കൽ നെയിമിലായിരിക്കും എല്ലാ സ്ഥലത്തും അത് അറിയപ്പെടുക. അപ്പം ഈ പപ്പായന്റെ സയന്റിഫിക് നെയിം എന്ന് പറയുന്നത് കാരിക്ക പപ്പായ ആണ്. കാരിക്ക പപ്പായ. എവിടെ പോയി കഴിഞ്ഞാലും ഇതിന്റെ സയന്റിഫിക് നെയിം എന്തായിരിക്കും? കാരിക്ക പപ്പായ എന്നായിരിക്കും. ഓക്കെ ആണല്ലോ? അപ്പൊ അതാണ് നോമൻക്ലേച്ചറിന്റെ ഒരു പ്രത്യേകത. ഇനി ഈ നോമൻക്ലേച്ചറിനെ വിളിക്കുന്ന പേര് ബൈനോമിയൽ നോമൻക്ലേച്ചർ. എന്താ വിളിക്കുക? ബൈനോമിയൽ നോമൻക്ലേച്ചർ. ബൈനോമിയൽ, ബൈ എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട്. അപ്പൊ രണ്ട് പേരുകൾ ഉണ്ടാവും എന്ന് ആലോചിക്കും കേട്ടോ. ബൈനോമിയൽ നോമൻക്ലേച്ചർ. അപ്പൊ ഈ ബൈനോമിയൽ നോമൻക്ലേച്ചറിന് കുറച്ച് റൂളുകൾ ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് പറയേണ്ട കാര്യം പ്രപ്പോസ്ഡ് ബൈ കാൾ ലിനേഴ്സ്. നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞു ടാക്സോണമീന്റെ ഫാദർ എന്നറിയപ്പെടുന്ന ആരാണ്? കാൾ ലിനേഴ്സ് ആണ്. ഈ പറയുന്ന ബൈനോമിയൽ നോമൻക്ലേച്ചറും പ്രപ്പോസ് ചെയ്ത ആരാ? കാൾ ലിനേഴ്സ് ആണ്. അപ്പൊ അത് ഓർക്കണം, ബൈനോമിയൽ നോമൻക്ലേച്ചർ പ്രപ്പോസ് ചെയ്ത ആരാന്ന് ചോദിക്കാറുണ്ട്, കാൾ ലിനേഴ്സ് ആണ്. പിന്നെ ബയോളജിക്കൽ നെയിംസ് ആർ ജനറലി ലാറ്റിൻ അല്ലെങ്കിൽ ലാറ്റിൻ ഒറിജിൻ. ഈ നെയിമുകളൊക്കെ ഏത് ഭാഷയാണ്? ലാറ്റിൻ. അതുകൊണ്ട് അങ്ങനത്തെ പേരുകളൊക്കെ വരുന്നത്. ഇപ്പം മാംഗോ, മാഞ്ചിഫറ ഇൻഡിക്ക, മാഞ്ചിഫറ ഇൻഡിക്ക. പിന്നെ അതുപോലെ ഹൗസ് ഫ്ലൈ, നമ്മളെ ഈച്ച, അതിനെ മസ്ക ഡൊമസ്റ്റിക്ക. അങ്ങനെയൊക്കെയല്ലേ ഇതിന്റെ പേര് വരുന്നത്. അതെന്തുകൊണ്ടാ? ലാറ്റിൻ ഒറിജിൻ ആണ് ഈ പറയുന്ന സയന്റിഫിക് നെയിമുകൾ വരുന്നത്. പിന്നെ ദ ഫസ്റ്റ് വേർഡ് ഇൻ എ ബയോളജിക്കൽ നെയിം റെപ്രസെന്റ് ജീനസ് ആൻഡ് ദ സെക്കൻഡ് ഡിനോട്ട് സ്പീഷീസ് ഓർ സ്പെസിഫിക് എപ്പിതെറ്റ്. അപ്പം നമ്മളിവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ബയോളജിക്കൽ നെയിം ഓഫ് മാംഗോ എന്താണ്? മാഞ്ചിഫറ ഇൻഡിക്ക എന്നാ. അതിൽ ഈ മാഞ്ചിഫറ എന്ന് പറയുന്നത് അതിന്റെ ജീനസ് നെയിം അല്ലെങ്കിൽ ജനറിക് നെയിം എന്ന് പറയും. ഇൻഡിക്ക എന്ന് പറയുന്നത് അതിന്റെ സ്പീഷീസ് അല്ലെങ്കിൽ വേറൊരു പേരാണ് സ്പെസിഫിക് എപ്പിതെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത നോക്കിയേ. വെൻ ഹാൻഡ് റിട്ടൺ ബോത്ത് വേർഡ്സ് ആർ സെപ്പറേറ്റ്ലി അണ്ടർലൈൻ. ഇപ്പം നമ്മൾ കൈകൊണ്ട് എഴുതുകയാണ്, അതിനാണ് ഹാൻഡ് റിട്ടൺ എന്ന് പറയാം അല്ലെ. മാഞ്ചിഫറ ഇൻഡിക്ക, അങ്ങനെയാണ് നമ്മൾ മാംഗോന്റെ സയന്റിഫിക് നെയിം എഴുതുക അല്ലേ. അപ്പൊ അതെന്ത് ചെയ്യണം? സെപ്പറേറ്റ്ലി അണ്ടർലൈൻ ചെയ്യണം. മാഞ്ചിഫറയ്ക്ക് ഒരു അണ്ടർലൈന്, ഇൻഡിക്കയ്ക്ക് ഒരു അണ്ടർലൈൻ. ഒന്നായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതെന്താവും? തെറ്റാവും. പിന്നെ നോക്കുക, വൈൽ പ്രിന്റഡ് ദേ ആർ പ്രിന്റഡ് ഇൻ ഇറ്റാലിക്സ് ഫോണ്ട്. പ്രിന്റ് ചെയ്യുമ്പം ഇറ്റാലിക്സ്, ഒരു ചെറിയ ഫോണ്ടില്ലേ, അതിനാണ് ഇറ്റാലിക്സ് ഫോണ്ട് എന്ന് പറയാം. പ്രിന്റ് ചെയ്യുന്ന സമയത്ത് ഇറ്റാലിക്സ് ഫോണ്ടിലാണ് നമ്മളത് പ്രിന്റ് ചെയ്യേണ്ടത്. പിന്നെ നോക്കിയേ, ഫസ്റ്റ് വേർഡ് ഓഫ് ജീനസ് ഷുഡ് സ്റ്റാർട്ട് വിത്ത് ക്യാപിറ്റൽ ലെറ്റർ. ഇവിടെ കണ്ടില്ലേ, ഈ എം എന്ന് പറയുന്ന ലെറ്റർ മാഞ്ചിഫറ ഇൻഡിക്കന്റെ എം എന്തായിരിക്കണം? ക്യാപിറ്റൽ ആയിരിക്കണം. ആൻഡ് ഫസ്റ്റ് വേർഡ് ഓഫ് സ്പീഷീസ് ഷുഡ് സ്റ്റാർട്ട് വിത്ത് സ്മോൾ ലെറ്റർ. ഈ ഇൻഡിക്കന്റെ കേസിൽ ഐ എന്തായിരിക്കണം? സ്മോൾ ലെറ്ററിലായിരിക്കണം. ഇവിടെ എഴുതിയ കാണാം മാഞ്ചിഫറ ഇൻഡിക്ക, ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഓക്കെ, ഇനി ദ നെയിം ഓഫ് ദ ഓതർ ഇസ് റിട്ടൺ ഇൻ ആൻ അബ്രിവേറ്റഡ് ഫോം ആഫ്റ്റർ ദ സ്പീഷീസ്. എന്താണ് ഈ അബ്രിവേറ്റഡ് ഫോം എന്ന് പറഞ്ഞാൽ? ചുരുക്കപ്പേര് എന്നൊക്കെ പറയില്ല നമ്മൾ, അതിനാണ് എന്ത് പറയാ? അബ്രിവേറ്റഡ് ഫോം എന്ന് പറയാ. അപ്പൊ മാഞ്ചിഫറ ഇൻഡിക്ക എന്ന് പറഞ്ഞ പേര് കണ്ടുപിടിച്ചത് കാൾ ലിനേഴ്സാ. അതുകൊണ്ട് നമ്മൾ എന്ത് എഴുതി? മാഞ്ചിഫറ ഇൻഡിക്ക ലിൻ. ലിനേഴ്സിന്റെ ഷോർട്ട് ഫോം ആയ ലിൻ എഴുതി. ഓക്കെ ആണല്ലോ? ഇപ്പൊ ബൈനോമിയൽ നോമൻക്ലേച്ചറിന്റെ റൂൾസിൽ അറിയേണ്ടത് പ്രപ്പോസ് ചെയ്ത ആരാണ്? കാൾ ലിനേഴ്സ്. പിന്നെ ഏത് ഒറിജിൻ ആണ്? ലാറ്റിൻ ഒറിജിൻ. പിന്നെ അതുപോലെ ഫസ്റ്റ് വേർഡ് എന്തായിരിക്കും? രണ്ട് വേർഡുകൾ ഉണ്ടാവും എന്ന് പറഞ്ഞു. അതിൽ ഫസ്റ്റ് വൺ എന്താണ്? ഇപ്പം എക്സാമ്പിൾ മാഞ്ചിഫറ ഇൻഡിക്ക, മാംഗോന്റെ സയന്റിഫിക് നെയിം എടുത്താൽ മാഞ്ചിഫറ എന്ന് പറയുന്നത് ജീനസ് അല്ലെങ്കിൽ ജനറിക് നെയിം ആണ്. ഇൻഡിക്ക എന്ന് പറയുന്നത് സ്പീഷീസ് നെയിം ആണ്. പിന്നെ ഹാൻഡ് റിട്ടൺ, കൈകൊണ്ട് എഴുതുമ്പോൾ എന്തായിരിക്കണം? രണ്ടും സെപ്പറേറ്റ്ലി അണ്ടർലൈൻ ചെയ്യണം. പ്രിന്റ് ചെയ്യുമ്പോൾ ഇറ്റാലിക്സ് ഫോണ്ടിൽ പ്രിന്റ് ചെയ്യണം. പിന്നെ ഫസ്റ്റ് വേർഡ് ഓഫ് ജീനസ് ഷുഡ് സ്റ്റാർട്ട് വിത്ത് ക്യാപിറ്റൽ ലെറ്റർ. ഫസ്റ്റ് വേർഡ് ഓഫ് സ്പീഷീസ് ഷുഡ് സ്റ്റാർട്ട് വിത്ത് സ്മോൾ ലെറ്റർ. അതുപോലെ ഇത് ഈ പേര് കണ്ടുപിടിച്ച ഒരാളുണ്ടാവുമല്ലോ, അതിനാണ് ഓതർ ഓഫ് ദ നെയിം എന്ന് പറയുക. അത് ഒരു അബ്രിവേറ്റഡ് ഫോമിൽ എന്ത് ചെയ്യണം? സ്പീഷീസ് കഴിഞ്ഞിട്ട് മെൻഷൻ ചെയ്യണം. അപ്പം ബൈനോമിയൽ നോമൻക്ലേച്ചറിന്റെ കേസിലെ ഈ റൂൾസ് ചോദിക്കാറുള്ളതാണ്. അപ്പോൾ അത് തറവായിട്ട് പഠിക്കണം. ഓക്കെ, ഈ റൂളുകൾ പഠിച്ചിരിക്കണേ. ഓക്കെ, അതാണ് ആ ഒരു കേസിൽ വരുന്നത്. ഇനി അടുത്ത് നമുക്ക് അറിയേണ്ട രണ്ട് എക്സ്പാൻഷൻസാ. രണ്ട് എക്സ്പാൻഷൻസ്, ICZN-ഉം ICBN-ഉം. ഓക്കെ, ഇതൊരു VIP ആണേ, എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാ, വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ.
ICZNന്റെയും ICBNന്റെയും എക്സ്പാൻഷൻസ്. ICZN എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ കോഡ് ഓഫ് സുവോളജിക്കൽ നോമൻക്ലേച്ചർ. എന്താണ്? ഇന്റർനാഷണൽ കോഡ് ഓഫ് സുവോളജിക്കൽ നോമൻക്ലേച്ചർ. നിങ്ങൾക്കറിയാം സുവോളജി ഈസ് റിലേറ്റഡ് ടു ആനിമൽസ് ആൻഡ് ഹ്യൂമൻസ് അല്ലേ? അപ്പം ആനിമൽസിന്റെ നെയിമിങ്ങിന് ഉപയോഗിക്കുന്നതാണ് എന്ത്? ICZN എന്ന് പറയുന്നത്. ഇനി ICBN എന്ന് പറഞ്ഞാൽ എന്താ? ഇന്റർനാഷണൽ കോഡ് ഫോർ ബൊട്ടാനിക്കൽ നോമൻക്ലേച്ചർ. അപ്പോൾ ഒബ്വിയസ്ലി അതെന്തായിരിക്കും? പ്ലാന്റ്സിന്റെ നെയിമിങ്ങിന് ഉപയോഗിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പം ICZNും ICBNും. ICZN എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്റർനാഷണൽ കോഡ് ഓഫ് സുവോളജിക്കൽ നോമൻക്ലേച്ചർ. ICBN ഇന്റർനാഷണൽ കോഡ് ഫോർ ബൊട്ടാനിക്കൽ നോമൻക്ലേച്ചർ. ഇവിടെ നിങ്ങൾക്ക് ഒരു കാര്യം ശ്രദ്ധിക്കാം. ICZNൽ ഓഫ് സുവോളജിക്കൽ നോമൻക്ലേച്ചർ എന്നും ICBNൽ ഫോർ ബൊട്ടാനിക്കൽ നോമൻക്ലേച്ചർ എന്നും. അപ്പം നിങ്ങളെ സംബന്ധിച്ചോളം ഒരു ബോർഡ് എക്സാം ലെവലിലൊക്കെ ആണെങ്കിൽ നിങ്ങളിപ്പം ഈ ICZNും ഫോറും അല്ലെങ്കിൽ ഓഫും ഫോറും അങ്ങോട്ട് മാറിയാലൊന്നും പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല, നിങ്ങൾക്ക് മാർക്ക് കിട്ടും. പക്ഷേ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം, ഒരു നീറ്റ് ലെവൽ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം വരുമ്പം ഈ ഓഫിനും ഫോറിനും വരെ എന്തുണ്ട്? ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പം എന്ത് ചെയ്യുക? ICZN പഠിക്കുമ്പോൾ എങ്ങനെ തന്നെ പഠിച്ചു നോക്കുക? ഇന്റർനാഷണൽ കോഡ് ഓഫ് സുവോളജിക്കൽ നോമൻക്ലേച്ചർ എന്നും ICBN എന്ന് പറയുമ്പോൾ ഇന്റർനാഷണൽ കോഡ് ഫോർ ബൊട്ടാനിക്കൽ നോമൻക്ലേച്ചർ എന്നും പഠിച്ചു വെക്കുക. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് റിപ്പീറ്റഡ്ലി ചോദിക്കുന്നതാണ് എക്സ്പാൻഡ് ICZN അല്ലെങ്കിൽ എക്സ്പാൻഡ് ICBN. അപ്പോൾ അത് കറക്റ്റായിട്ട് ഓർത്ത് വെക്കണം. ഓക്കെ, അപ്പോൾ അതാണ് ICZNന്റെയും ICBNന്റെയും കേസ്. ഇനി അടുത്തത് നോക്കിയ ക്ലാസിഫിക്കേഷൻ. നോമൻക്ലേച്ചർ ഓൾറെഡി നമ്മൾ പറഞ്ഞു. ഇനി അടുത്ത ഏതാ? ക്ലാസിഫിക്കേഷൻ. ക്ലാസിഫിക്കേഷനിൽ ഗ്രൂപ്പിംഗ് ഓഫ് ഓർഗാനിസംസ് ഇൻ ടു കൺവീനിയൻറ്റ് കാറ്റഗറീസ്. ഓർഗാനിസത്തിനെ ഓരോരോ കാറ്റഗറീസ് ആയിട്ട് ഗ്രൂപ്പ് ചെയ്യുക. അതിനാണ് എന്ത് പറയുക? ക്ലാസിഫിക്കേഷൻ. നമ്മൾ മലയാളത്തിൽ തരംതിരിക്കുക എന്നൊക്കെ പറയും അല്ലേ? അപ്പൊ എന്താണ്? ഗ്രൂപ്പിംഗ് ഓഫ് ഓർഗാനിസംസ് ഇൻ ടു കൺവീനിയൻറ്റ് കാറ്റഗറീസ്. അതിനെയാണ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുക. ഈച്ച് കാറ്റഗറി ഈസ് കോൾഡ് ടാക്സോൺ ഓർ ടാക്സ. ഓരോ കാറ്റഗറിനെയും എന്താ വിളിക്കുക? ടാക്സോൺ അല്ലെങ്കിൽ ടാക്സ എന്നാണ് വിളിക്കുക. അതുകൊണ്ട് തന്നെ യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ എന്തായിരിക്കും? ടാക്സോൺ അല്ലെങ്കിൽ ടാക്സ ആയിരിക്കും. ഓൾ ദ കാറ്റഗറീസ് ടുഗദർ കോൺസ്റ്റിറ്റ്യൂട്ട് ടാക്സോണമിക്കൽ ഹൈറാർക്കി. എല്ലാ കാറ്റഗറീസിനെയും കൂടി ഒന്നിച്ച് വിളിക്കുന്ന പേരാണ് എന്ത്? ടാക്സോണമിക്കൽ ഹൈറാർക്കി. ഓക്കെ, അപ്പൊ ക്ലാസിഫിക്കേഷൻ വളരെ സിമ്പിൾ ആണ്. തരംതിരിക്കുക അല്ലെങ്കിൽ ഗ്രൂപ്പിംഗ് ഓഫ് ഓർഗാനിസംസ് ഇൻ ടു കൺവീനിയൻറ്റ് കാറ്റഗറീസ്. ഓരോ കാറ്റഗറീസിനെയും വിളിക്കുന്ന പേരാണെന്ത്? ടാക്സോൺ അല്ലെങ്കിൽ ടാക്സ. പിന്നെ ഓൾ ദ കാറ്റഗറീസ് ടുഗദർ കോൺസ്റ്റിറ്റ്യൂട്ട് ടാക്സോണമിക്കൽ ഹൈറാർക്കി. എല്ലാ കാറ്റഗറീസിനെയും കൂടി ഒരുമിച്ച് നമ്മൾ എന്ത് വിളിക്കും? ടാക്സോണമിക്കൽ ഹൈറാർക്കി എന്ന് വിളിക്കും. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി ടാക്സോണമിക്കൽ ഹൈറാർക്കി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് അസെൻഡിങ് ഓർഡറിലാണ് കൊടുത്തത്. ഓക്കെ, അത് നമുക്ക് നോക്കാം. ഓർഡറിലേക്ക് വരാം. അതിന് മുന്നേ ആദ്യം ഈ ഒരു ഓർഡറിൽ നിങ്ങൾ പഠിച്ചു വെക്കണം. കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ്. ഇങ്ങനെയാണ് ഈ ക്ലാസിഫിക്കേഷൻ വരിക. എങ്ങനെയാണ്? കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ്. ഇത് പഠിക്കാൻ ഒരു കോഡ് ഉണ്ട്, വേണമെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. അപ്പൊ കോഡ് വരുന്നത് കീപ് പോട്ട് ക്ലീൻ ഓർ ഫാമിലി ഗെറ്റ് സിക്ക്. എന്താണ്? കീപ് പോട്ട് ക്ലീൻ ഓർ ഫാമിലി ഗെറ്റ് സിക്ക്. അതിൽ K ഫോർ എന്താണ്? കിങ്ഡം. P ഫോർ ഫൈലം ഓർ ഡിവിഷൻ. ഡിവിഷനിലേക്ക് ഞാൻ വരാം. ഫൈലം എന്ന് പഠിക്കാം. അപ്പം C ഫോർ ക്ലാസ്, OR ഫോർ ഓർഡർ, ഫാമിലി ഫാമിലി തന്നെ, G ഫോർ ജീനസ് ആൻഡ് S ഫോർ സ്പീഷീസ്. ഇനി അതും അല്ലെങ്കിൽ ഇങ്ങനെ പഠിക്കാം KPC ഓഫ് GS. KPC ഓഫ് GS. ഓക്കെ, അപ്പം എന്തായാലും ഈ ഓർഡർ കിട്ടണം. കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ്. ഓക്കെ, ഈ ഓർഡറിൽ എന്തായാലും പഠിച്ചു നോക്കണം. പിന്നെ ഇതിൽ നിങ്ങൾക്ക് ചോദിക്കാനുള്ളത് അസെൻഡിങ് ഓർഡറിലും ഡിസെൻഡിങ് ഓർഡറിലും ഇതിന് എഴുതുക എന്നുള്ളതാണ്. അപ്പം അതിന് മുന്നേ അറിയേണ്ട കാര്യം ലോവസ്റ്റ് കാറ്റഗറി ഏതാണ്, ഹയസ്റ്റ് കാറ്റഗറി ഏതാന്നുള്ളതാണ്. ലോവസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് സ്പീഷീസ്. സ്പീഷീസ് ആണ് ലോവസ്റ്റ് കാറ്റഗറി. ഹയസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് ഏതാ? കിങ്ഡം ആണ്. ഓക്കെ, അപ്പോൾ ഓർത്ത് വെക്കുക. ലോവസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് സ്പീഷീസ് ആണ്. ഹയസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് കിങ്ഡം ആണ്. അപ്പൊ ഇവിടെ നമ്മൾ അസെൻഡിങ് ഓർഡറിലാണ് കൊടുത്തിട്ടുള്ളത്. അസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താ? ചെറുതിൽ നിന്നും വലുതിലേക്ക്. അതിനാണ് എന്ത് വിളിക്കുക? അസെൻഡിങ് ഓർഡർ. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മൾ പഠിച്ച മാതിരി കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ് എന്ന് എഴുതാം. അതിൽ നിന്ന് എന്ത് ചെയ്യുക? സ്പീഷീസിൽ നിന്നും കിങ്ഡത്തിലേക്ക് എന്ത് ചെയ്യുക? ആരോട്ട് കൊടുക്കുക. ഓക്കെ,
ഇനി ഡിസെൻഡിങ് ഓർഡർ ആണ് ചോദിച്ചതെങ്കിലോ, ഡിസെൻഡിങ് ഓർഡറിന്റെ അർത്ഥം എന്താ? അസെൻഡിങ് നമ്മൾ പറഞ്ഞു ചെറുതിൽ നിന്നും വലുതിലേക്ക്. അപ്പൊ ഡിസെൻഡിങ് എന്തായിരിക്കും? വലുതിൽ നിന്നും ചെറുതിലേക്ക് അല്ലെ. നമ്മൾ എങ്ങനെ എഴുതണം? ആദ്യം എന്ത് ചെയ്യാ? കിങ്ഡം, അത് എഴുതി വെക്കുക. ഓർഡർ കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ് ആൻഡ് സ്പീഷീസ്. എന്നിട്ട് എന്ത് ചെയ്യാ? ആരോ മാർക്ക് എവിടുന്ന് അങ്ങോട്ട് ഇടണം? ഡിസെൻഡിങ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വലുതിൽ നിന്നും ചെറുതിലേക്ക് എന്നല്ലേ. ആരോ മാർക്ക് എന്ത് ചെയ്യാ? കിങ്ഡത്തിൽ നിന്നും സ്പീഷീസിലേക്ക് ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പം ഇതും റിപ്പീറ്റഡ്ലി ചോദിക്കുന്നതാണ്. നെയിം ദ ടാക്സോണിക് കാറ്റഗറീസ് ഇൻ അസെൻഡിങ് ഓർഡർ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡർ എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും ചോദിക്കുന്നതാണ്. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ് ഈ ഓർഡറിൽ പഠിച്ചു വെക്കുക. അസെൻഡിങ് ഓർഡറിലാണ് ചോദിച്ചതെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ സ്പീഷീസിൽ നിന്നും കിങ്ഡത്തിലേക്ക് ആരോ മാർക്ക് ഇടണം. ഡിസെൻഡിങ് ആണ് ചോദിച്ചതെങ്കിലോ കിങ്ഡത്തിൽ നിന്നും സ്പീഷീസിലേക്ക് ആരോ വരണം. അപ്പൊ ആ കാര്യം കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ അല്ലേ? ഓക്കെ. പിന്നെ ഇതിൽ നമ്മൾ ഓരോരോ കാറ്റഗറീസിന് എന്ത് ചെയ്യാണ്? സ്പീഷീസ് മുതൽ ഇപ്പൊ നമ്മൾ പറഞ്ഞ ഓരോ കാറ്റഗറീസ് എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ അതിന് മുന്നേ ഞാൻ ഈ കാര്യങ്ങൾ ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് പറയാം. എന്തൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞത്? ജസ്റ്റ് ഒന്ന് ഓർത്ത് നോക്കിയേ. ഫസ്റ്റ് നമ്മൾ ബയോഡൈവേഴ്സിറ്റി പറഞ്ഞു അല്ലെ. എന്താണ് ബയോഡൈവേഴ്സിറ്റി? ടോട്ടൽ നമ്പർ ആൻഡ് ടൈപ്സ് ഓഫ് ലിവിങ് ഓർഗാനിസംസ്. പിന്നെ ടാക്സോണമി, അതിൽ 4 കാര്യങ്ങൾ: ക്യാരക്ടറൈസേഷൻ, ഐഡന്റിഫിക്കേഷൻ, ക്ലാസിഫിക്കേഷൻ, നോമൻക്ലേച്ചർ. ഓക്കെ. പിന്നെ ഫാദർ ഓഫ് ടാക്സോണമി എന്നറിയപ്പെടുന്നത് കാൾ ലിനേയസ്. സിസ്റ്റമാറ്റിക്സ് എന്തായിരുന്നു? ടാക്സോണമി പ്ലസ് എവല്യൂഷണറി റിലേഷൻഷിപ്പ്, അതിനാണ് എന്ത് വിളിക്കുക? സിസ്റ്റമാറ്റിക്സ്. ഓക്കെ. പിന്നെ നമ്മൾ ക്യാരക്ടറൈസേഷൻ ആൻഡ് ഐഡന്റിഫിക്കേഷനിൽ ക്യാരക്ടേഴ്സിനെ ഒബ്സർവ് ചെയ്യുന്നു, ഓർഗാനിസത്തിനെ ഐഡന്റിഫൈ ചെയ്യുന്നു അല്ലെ. നോമൻക്ലേച്ചർ, നെയിമിംഗ് എന്ന് പറഞ്ഞു. അതിൽ ബൈനോമിയൽ നോമൻക്ലേച്ചർ പറഞ്ഞു. അതിന്റെ ലോസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ജസ്റ്റ് എന്തൊക്കെയായിരുന്നു പറഞ്ഞതെന്ന് ഓർക്കുക. പ്രപ്പോസ് ചെയ്തത് കാൾ ലിനേയസ് ആണ്. ലാറ്റിൻ ഒറിജിൻ ആണ്. 2 നെയിമുകൾ ഉണ്ടാവും, ജീനസ് നെയിമും സ്പീഷീസ് അല്ലെങ്കിൽ സ്പെസിഫിക് എപ്പിതെറ്റും. പിന്നെ ഹാൻഡ് റിട്ടൺ, കൈകൊണ്ട് എഴുതുമ്പോൾ രണ്ടും എന്ത് ചെയ്യണം? സെപ്പറേറ്റ്ലി അണ്ടർലൈൻ ചെയ്യണം. അതുപോലെ പ്രിന്റ് ചെയ്യുമ്പോൾ ഇറ്റാലിക്സ് ഫോണ്ടിൽ പ്രിന്റ് ചെയ്യണം. പിന്നെ ഫസ്റ്റ് വേർഡ് ഓഫ് ജീനസ് ഷുഡ് സ്റ്റാർട്ട് വിത്ത് ദ ക്യാപിറ്റൽ ലെറ്റർ. സ്പീഷീസിന്റെ ഫസ്റ്റ് ലെറ്റർ സ്മോൾ ലെറ്ററിനും സ്റ്റാർട്ട് ചെയ്യണം. പിന്നെ ഈ കണ്ടുപിടിച്ച ആളുണ്ടാവുമല്ലോ, ഈ ഒരു നെയിം കണ്ടുപിടിച്ച ആള്, അവരെന്ത് ചെയ്യണം? അയാളുടെ പേര് ഒരു അബ്രിവേറ്റഡ് ഫോമിൽ എഴുതണമെന്നും പറഞ്ഞു. പിന്നെ പറഞ്ഞത് ICZNന്റെയും ICBNന്റെയും ക്ലാസിഫിക്കേഷൻ. എന്താണ് ICZN? ഇന്റർനാഷണൽ കോഡ് ഓഫ് സുവോളജിക്കൽ നോമൻക്ലേച്ചറും ICBN ഇന്റർനാഷണൽ കോഡ് ഫോർ ബൊട്ടാനിക്കൽ നോമൻക്ലേച്ചറും. ഓക്കെ. പിന്നെ നമ്മൾ ലാസ്റ്റ് ക്ലാസിഫിക്കേഷൻ പറഞ്ഞു. എന്താണ് ക്ലാസിഫിക്കേഷൻ? ഓരോരോ കാറ്റഗറീസ് ആയിട്ട് തിരിക്കുക. ഓരോ കാറ്റഗറീസിനും വിളിക്കുന്ന പേരാണ് ടാക്സോൺ അല്ലെങ്കിൽ ടാക്സ. പിന്നെ എല്ലാ കാറ്റഗറീസിനും കൂടി ഒരുമിച്ച് ടാക്സോണമിക് ഹൈറാർക്കി എന്ന് പറയും. ലാസ്റ്റ് നമ്മൾ ഈ പറയുന്ന ടാക്സോണമിക്കൽ ഹൈറാർക്കി പറഞ്ഞു. ഇനി നമുക്ക് ഇതിൽ ഓരോന്നും എന്താന്ന് നോക്കണം. ഫസ്റ്റ് സ്പീഷീസ് എന്താന്ന് നോക്കാം. സ്പീഷീസ് മീൻസ് ഗ്രൂപ്പ് ഓഫ് സിമിലർ ഓർഗാനിസംസ്. സിമിലർ ഓർഗാനിസത്തിന്റെ ഒരു ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണ് എന്ത്? സ്പീഷീസ് എന്നുള്ളത്. ലോവസ്റ്റ് ടാക്സ അല്ലെങ്കിൽ ലോവസ്റ്റ് കാറ്റഗറി നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ. അപ്പം ലയൺ, പാന്തറ ലിയോ എന്നാണ് അതിന്റെ സയന്റിഫിക് നെയിം. ഈ എല്ലാ ലയൺസും എന്താണ്? ഒരു സ്പീഷീസ് ആണ്. പൊട്ടറ്റോ, അതിന് നമ്മൾ സയന്റിഫിക്കലി സൊളാനം ട്യൂബറോസ് എന്ന് പറയും. എല്ലാ പൊട്ടറ്റോയും എന്താണ്? ഒരു സ്പീഷീസ് ആണ്. ഹ്യൂമൻസ് അല്ലെങ്കിൽ ഹോമോസാപ്പിയൻസ്, അതിൽ എല്ലാ ഹ്യൂമൻസും എന്താണ്? ഒരു സ്പീഷീസ് ആണ്. അപ്പം സ്പീഷീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് ഓർഗാനിസംസ് ആണ്. അതിൽ ഏറ്റവും ലോവസ്റ്റ് ടാക്സ അല്ലെങ്കിൽ ലോവസ്റ്റ് കാറ്റഗറിയാണ് ഏത്? സ്പീഷീസ് എന്ന് പറയുന്നത്. എക്സാമ്പിളുകളിൽ ജസ്റ്റ് എല്ലാ ലയണും ഒരു സ്പീഷീസ് ആണെന്ന് ഓർക്കുക, എല്ലാ ഹ്യൂമണുകളും ഒരു സ്പീഷീസ് ആണ്, എല്ലാ പൊട്ടറ്റോ ഒരു സ്പീഷീസ് ആണ്. അപ്പൊ റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സിമിലർ ഓർഗാനിസംസ് ഒക്കെ എന്താണ്? ഒരു സ്പീഷീസ് ആണെന്നുള്ളത് ഓർക്കുക. ഓക്കെ. ഇനി അടുത്തത് ജീനസ്. ജീനസ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് സ്പീഷീസ് നമ്മൾ പറയാം. അത് ഓർത്ത് വെക്കാൻ ഒരു എളുപ്പ വഴി. കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ് അല്ലേ. അപ്പൊ അതില് ജീനസിന്റെ തൊട്ട അടിയിലുള്ളത് ഏതാന്ന് നോക്കുക. അതിന്റെ ഗ്രൂപ്പ് ആയിരിക്കും ആ ഒരു കാറ്റഗറി എന്ന് പറയുന്നത്. അപ്പൊ ജീനസിന്റെ തൊട്ട താഴെ ഏതാ? സ്പീഷീസ് അല്ലേ. അപ്പൊ നമ്മൾ എന്ത് എഴുതി? ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് സ്പീഷീസ് എന്ന് എഴുതി. ഓക്കെ. അതില് ലയൺ,
ടൈഗർ, ലെപ്പേർഡ്. ലയണിനെ നമ്മൾ പാന്തറ ലിയോ എന്ന് വിളിക്കും, ടൈഗറിനെ പാന്തറ ടൈഗ്രസ് എന്ന് വിളിക്കും, ലെപ്പേർഡിനെ പാന്തറ പാഡസ് എന്ന് വിളിക്കും. ഇത് മൂന്നും, ഈ ലയണും ടൈഗറും ലെപ്പേർഡും ഒക്കെ വരുന്ന ജീനസ് ആണ് ഏത്? പാന്തറ എന്ന് പറയുന്നത്. പാന്തറ. ഓക്കെ. അപ്പം തൊട്ട് മുന്നേ ആലോചിച്ച് നോക്കിയ സ്പീഷീസ് നമ്മൾ എങ്ങനെയായിരുന്നു എഴുതിയത്? സ്പീഷീസിന് തൊട്ട് താഴെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പൊ ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് ഓർഗാനിസംസ് എന്ന് എഴുതി. ഓക്കെ. അപ്പം ജീനസ് എന്താണ്? ജീനസിന്റെ തൊട്ട താഴെ ഏതാന്ന് നോക്കുക? സ്പീഷീസ് ആണ്. അപ്പൊ അതിന്റെ ഗ്രൂപ്പ്. അതുകൊണ്ട് ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് സ്പീഷീസ്. എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞത് ലയണും ടൈഗറും ലെപ്പേർഡും ഒക്കെ വരുന്ന ജീനസ് ആണ് ഏത്? പാന്തറ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി അടുത്ത ഏതാ? ഫാമിലി അല്ലേ? അപ്പൊ ഫാമിലിയിൽ നമ്മൾ എന്താ എഴുതുക? അത് ആലോചിച്ച് നോക്കുക. ഓർഡർ ആലോചിക്കുക. ഫാമിലിനെ നമ്മൾ എങ്ങനെ എഴുതുക? ഞാൻ ഷോർട്ടാക്കി എഴുതുന്നുണ്ട്, KPC(G)S. ഓക്കെ. ഫാമിലിന്റെ തൊട്ട താഴെ ഏതാ നോക്കുക? ഏതാ? ജീനസ് ആണ് ഫാമിലിന്റെ തൊട്ട വരുന്നത് അല്ലെ? അപ്പം ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് ജീനസ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഫാമിലി എന്ന് പറയാം. ഇനി അതിന്റെ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞത് കാറ്റ്, അതുപോലെ ലയൺ. കാറ്റിന്റെ സയന്റിഫിക് നെയിം ആണ് ഇവിടെ കൊടുത്തത്, ഫെലിസ് കാറ്റസ്. ലയൺ, ടൈഗർ, കാറ്റ്, ഇത് മൂന്നും വരുന്ന ഫാമിലിന്റെ പേരാണെന്ത്? ഫെലിഡേ എന്ന് പറയുന്നത്. ഏതാണ്? ലയണും ടൈഗറും കാറ്റും വരുന്ന ഫാമിലിന്റെ പേരെന്താണ്? ഫെലിഡേ എന്നാണ്. അപ്പം ഫാമിലി എങ്ങനെയാണ് നമ്മൾ നോക്കുക? ഫാമിലിന്റെ തൊട്ട താഴെ ഏതാന്ന് നോക്കുക? ജീനസ് ആണ്. അതിനെ എങ്ങനെ എഴുതി? ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് ജീനസ് എന്ന് എഴുതി. അതിൽ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറഞ്ഞു ലയണും ടൈഗറും കാറ്റും ഒക്കെ അടങ്ങുന്ന ഫാമിലിയാണ് ഏത്? ഫെലിഡേ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ. ഇനി അടുത്തത് നോക്കാം, ഓർഡർ അല്ലെ? ഓർഡറിന്റെ തൊട്ട താഴെ ഏതാന്ന് നോക്കാം? നമ്മൾ കോഡ് എഴുതുക അല്ലെ? KPC(G)S അല്ലെ? ഇതിൽ ഓർഡറിന്റെ തൊട്ട താഴെ ഏതാ ഉള്ളത്? ഫാമിലി അല്ലേ? അപ്പൊ നമ്മൾ എങ്ങനെ എഴുതി? ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് ഫാമിലി എന്ന് എഴുതി. എങ്ങനെ എഴുതി? ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് ഫാമിലി. ഇനി ഡോഗും കാറ്റും അടങ്ങുന്ന ഓർഡറിന്റെ പേരാണ് കാർണിവോറ. ഡോഗ് കെനിഡേ ഫാമിലിയിലാണ്, കാറ്റ് ഫെലിഡേ ഫാമിലിയിലാണ്. പക്ഷെ ഇവർ രണ്ടും അടങ്ങുന്ന ഓർഡറിന്റെ പേരെന്താണ്? കാർണിവോറ എന്നാണ്. അപ്പം ഓർഡറിനെ നമ്മൾ ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് ഫാമിലി എന്ന് എഴുതി. എക്സാമ്പിൾ ആയിട്ട് പഠിച്ച ഏതാണ്? ഡോഗും കാറ്റും അടങ്ങുന്ന ഓർഡർ ആണ് ഏത്? കാർണിവോറ എന്ന് പറയുന്നത്. ഓക്കെ. ഇനി അടുത്തത് ക്ലാസ് അല്ലെ? അപ്പൊ ക്ലാസ്സിന് നമ്മൾ എന്ത് ചെയ്യുക? ഓർഡറിൽ എഴുതുക. ക്ലാസ്സിന് വേണ്ടി എങ്ങനെയാന്ന് എഴുതാൻ വേണ്ടിയിട്ടുള്ളത്? KPC(G)S അല്ലെ? ക്ലാസിന്റെ തൊട്ട താഴെ ഏതാ? ഓർഡർ അല്ലേ? അല്ലെ? അപ്പൊ നമ്മൾ എങ്ങനെ എഴുതി? ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് ഓർഡർ. അതിൽ മങ്കീസ്, ഗൊറില്ലാസ്, ഡോഗ്സ്, കാറ്റ്സ് ഇതൊക്കെ വരുന്ന ക്ലാസ് ആണ് മെമേലിയ എന്ന് പറയുന്നത്. ഏതാണ്? ഓർഡർ പ്രിമേറ്റയിൽ വരുന്നതാണ് മങ്കിയും ഗൊറില്ലയും, കാർണിവോറിൽ വരുന്നതാണ് ഡോഗും കാറ്റും. അപ്പൊ ഈ മങ്കിയും ഗൊറില്ലയും ഡോഗും കാറ്റും ഒക്കെ അടങ്ങുന്ന ക്ലാസിന്റെ പേരെന്താണ്? മെമേലിയ. നമ്മൾ ഹ്യൂമൻസും ഏതിലാണ് വരിക? മെമേലിയയിലാണ് വരിക അല്ലെ? അപ്പൊ അതാണ് ക്ലാസിന്റെ ഡിസ്ക്രിപ്ഷൻ ആയിട്ട് നമ്മൾ പറയുന്നത്. ഇനി ഫൈലം. അടുത്തത് ഫൈലം, ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് ക്ലാസ്. ഫൈലത്തിന്റെ തൊട്ട താഴെ ഏതാ? ഇനി ഞാൻ പ്രത്യേകിച്ച് എഴുതുന്നില്ല. ഫൈലത്തിന്റെ തൊട്ട താഴെ ഏതാ വരുന്നത്? ക്ലാസ് ആണ് വരുന്നത്. അപ്പം ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് ക്ലാസ് എന്ന് എഴുതി. അതിൽ ഫിഷസ്, ബേർഡ്സ്, ആംഫീബിയൻസ്, റെപ്റ്റൈൽസ് ഒക്കെ വരുന്ന ഫൈലമാണ് ഏത്? കോർഡാറ്റ എന്ന് പറയുന്നത്. ഓക്കെ. എങ്ങനെയാണ്? ഫിഷസും ആംഫീബിയൻസും റെപ്റ്റൈൽസും ഒക്കെ വരുന്ന ഫൈലമാണ് ഏത്? നമ്മൾ പറഞ്ഞ കോർഡാറ്റ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി ഫൈലത്തിന്റെ അവിടെ നമ്മൾ നേരത്തെ ഡിവിഷൻ എന്ന് പറഞ്ഞൊരു സാധനം കൂടി കണ്ടിരുന്നു അല്ലെ? ഡിവിഷൻ. അപ്പൊ അത് ഓർക്കുക. ഇൻ കേസ് ഓഫ് പ്ലാന്റ്സിന്റെ കേസിൽ ഫൈലത്തിന് നമ്മൾ എന്താ വിളിക്കുക? ഡിവിഷൻ എന്നാണ് വിളിക്കുക എന്ന് ഓർക്കുക. ഓക്കെ. ഇൻ കേസ് ഓഫ് പ്ലാന്റ്സ് ഫൈലം ഇസ് കോൾഡ് ഡിവിഷൻ. അപ്പൊ അത്രയാണ് ഫൈലത്തിന്റെ കേസിൽ വരുന്നത്. എന്തൊക്കെയാണ്? ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് ക്ലാസ് ആണ്. ഫിഷസും ബേർഡ്സും റെപ്റ്റൈൽസും ആംഫിബിയൻസും ഒക്കെ വരുന്ന ഫൈലമാണ് ഏത്? കോർഡാറ്റ എന്ന് പറയുന്നത്. പിന്നെ ഡിവിഷൻ എപ്പോഴാണ് ഫൈലത്തിനെ പറയാ? പ്ലാന്റ്സിന്റെ കേസിൽ നമ്മൾ ഫൈലത്തിനെ ഡിവിഷൻ എന്നാണ് പറയാ. ഓക്കെ അല്ലേ? ഓക്കെ. ലാസ്റ്റ് വൺ, കിങ്ഡം. കിങ്ഡം ഓൾറെഡി നമ്മൾ പറഞ്ഞു. കിങ്ഡത്തിന്റെ തൊട്ട് താഴെ ഫൈലാണ് വരിക അല്ലെ? അപ്പം ക്ലോസ്ലി റിലേറ്റഡ് ഫൈലം അല്ലെങ്കിൽ ഡിവിഷൻ, അതിനാണ് നമ്മൾ എന്ത് വിളിക്കുക? കിങ്ഡം എന്ന് വിളിക്കുക. ഓൾ പ്ലാന്റ്സ് ബിലോങ് ടു പ്ലാന്റ് കിങ്ഡം. ഉറപ്പല്ലേ? എല്ലാ പ്ലാന്റുകളും എന്തിലാ വരിക? പ്ലാന്റ് കിങ്ഡത്തിൽ വരും. ഓൾ ആനിമൽസ് ബിലോങ് ടു ആനിമൽ കിങ്ഡം. എല്ലാ ആനിമൽസും ആനിമൽ കിങ്ഡത്തിൽ വരും. പിന്നെ നമ്മളിവിടെ ഓർക്കേണ്ട ഒരു കാര്യം, ഈ ഒരു വേർഡ് ആലോചിക്കുക. ആസ് വി ഗോ ഹയർ ഫ്രം സ്പീഷീസ് ടു കിങ്ഡം
ദ നമ്പർ ഓഫ് കോമൺ ക്യാരക്ടേഴ്സ് ഗോസ് ഓൺ ഡിക്രീസിങ്. സ്പീഷീസിൽ നിന്നും കിങ്ഡത്തിലേക്ക് പോകും തോറും കോമൺ ക്യാരക്ടേഴ്സ് എന്ത് വരും? കുറഞ്ഞു കുറഞ്ഞു വരും. ആ ഓർഡറിൽ ഒന്ന് എഴുതി നോക്കാം നമുക്ക്. കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ്. ഇതിൽ പറഞ്ഞത് പ്രകാരം സ്പീഷീസിൽ നിന്നും കിങ്ഡത്തിലേക്ക് പോകും തോറും എന്താ സംഭവിക്കുക? കോമൺ ക്യാരക്ടേഴ്സ് കുറഞ്ഞു കുറഞ്ഞു വരും. അപ്പം ഏറ്റവും കൂടുതൽ കോമൺ ക്യാരക്ടർ ഉണ്ടാവുക ആർക്കാണ്? സ്പീഷീസിനാണ് അല്ലേ? സ്പീഷീസിൽ നിന്നും കിങ്ഡത്തിലേക്ക് പോകും തോറും കോമൺ ക്യാരക്ടേഴ്സ് എന്ത് വരുന്നു? കുറഞ്ഞു കുറഞ്ഞു വരുന്നു. അപ്പൊ കിങ്ഡത്തിനായിരിക്കും ഏറ്റവും കുറവ് കോമൺ ക്യാരക്ടർ ഉണ്ടാവുക. അപ്പൊ അത് ഓർത്ത് വെക്കുക. ആസ് വി ഗോ ഹയർ ഫ്രം സ്പീഷീസ് ടു കിങ്ഡം, ദ നമ്പർ ഓഫ് കോമൺ ക്യാരക്ടേഴ്സ് ഗോസ് ഓൺ ഡിക്രീസിങ്. ഓക്കെ, അപ്പൊ അതാണ് ആ ഒരു ഡിസ്ക്രിപ്ഷനിൽ വരുന്നത്. ഓരോ കാറ്റഗറീസ് നമ്മൾ പറഞ്ഞു. കിങ്ഡം പറഞ്ഞു, ഫൈലം പറഞ്ഞു, ക്ലാസ് പറഞ്ഞു, ഓർഡർ പറഞ്ഞു, ഫാമിലി പറഞ്ഞു, ജീനസ് പറഞ്ഞു, സ്പീഷീസ് പറഞ്ഞു. അതിൻ്റെ ഒക്കെ എക്സാമ്പിളുകളും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പറഞ്ഞിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് ഇതിൽ അറിയേണ്ട കാര്യം മാൻ, ഹൗസ് ഫ്ലൈ, മാംഗോ, വീറ്റ്, ഇതിൻ്റെ ഒക്കെ ടാക്സോണമി കാറ്റഗറീസിന്റെ പേര് നമുക്ക് അറിയണം. ആ ഭാഗത്ത് നിന്ന് ഈ ഒരു ടേബിളിൽ നിന്ന് നല്ലോണം ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഓക്കെ, ഏതിൻ്റെയൊക്കെയാണ്? മാൻ, ഹൗസ് ഫ്ലൈ, മാംഗോ ആൻഡ് വീറ്റ്, ഇതിൻ്റെ ടാക്സോണമി കാറ്റഗറീസിന്റെ പേരുകൾ. അപ്പൊ നമുക്ക് നോക്കാം. ഫസ്റ്റ് മാൻ അല്ലേ? ഹോമോസാപ്പിയൻസ് എന്നാണ് സയന്റിഫിക് നെയിം. അപ്പൊ നമുക്ക് ഓരോന്നിൻ്റെയും പേര് നോക്കാം, ഓരോ കാറ്റഗറിൻ്റെയും. അപ്പൊ നമുക്ക് ഏതൊക്കെ അറിയണം? കിങ്ഡം അറിയണം, ഫൈലം അറിയണം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ് ആൻഡ് സ്പീഷീസ്. ഓക്കെ, അപ്പം മാൻ്റെ ഹോമോസാപ്പിയൻസ് ആണ് സയന്റിഫിക് നെയിം എന്ന് പറഞ്ഞു അല്ലെ? അപ്പൊ അതിൽ തന്നെ നമുക്ക് എന്ത് കിട്ടും? ജീനസും സ്പീഷീസും കിട്ടും. ജീനസ് എന്തായിരിക്കും? ഹോമോ. സയന്റിഫിക് നമുക്ക് കിട്ടില്ലേ? സ്പീഷീസ് എന്തായിരിക്കും? സാപ്പിയൻസ്. ഓക്കെ അല്ലേ? ഇനി ഫാമിലി. ഫാമിലി ജീനസ് ഹോമോ അല്ലേ? അപ്പൊ ഫാമിലി വരിക ഹോമിനിഡേ. എന്താ വരിക? ഹോമിനിഡേ. ഓർത്ത് വെക്കുക, ഹോമിനിഡേ. ഓർഡർ വരുന്നത് പ്രിമാറ്റ. ഏതാണ് ഓർഡർ വരിക? പ്രിമാറ്റ. ഇനി ക്ലാസ് വരുന്നത് മമേലിയ. പറഞ്ഞേ, മമേലിയ. പിന്നെ ഫൈലം എല്ലാവർക്കും അറിയാം, കോർഡാറ്റ ആയിരിക്കും അല്ലെ? ഫൈലം, കോർഡാറ്റ. കിങ്ഡം എന്തായാലും ആനിമൽ കിങ്ഡം ആയിരിക്കും. അപ്പം ഈ പറയുന്ന ഹോമോസാപ്പിയൻസ് അല്ലെങ്കിൽ ഹ്യൂമൻസ് നമ്മുടെ കിങ്ഡം മുതൽ സ്പീഷീസ് വരെയുള്ള എല്ലാ പേരുകളും അറിഞ്ഞിരിക്കണം. ഒന്നുകൂടി ഞാൻ പറയാം. മാൻ്റെ സയന്റിഫിക് നെയിം എന്താണ്? ഹോമോസാപ്പിയൻസ്. സ്പീഷീസ് നെയിം വരുന്നത് സാപ്പിയൻസ് എന്നാണ്. ജീനസ് നെയിം വരുന്നത് ഹോമോ. ഫാമിലി എന്താണ്? ഹോമിനിഡേ. ഓർഡർ എന്ന് പറയുന്നത് പ്രിമാറ്റ. ക്ലാസ് മെമേലിയ. ഫൈലം കോർഡാറ്റ. ആൻഡ് കിങ്ഡം ഇസ് ആനിമൽ കിങ്ഡം. ഈ ടേംസ് നിങ്ങൾക്ക് കുറച്ച് പുതിയതായിരിക്കും. റിപ്പീറ്റഡ്ലി ഇങ്ങനെ വായിച്ചു നോക്കിയാൽ എന്ത് ചെയ്യുള്ളൂ? അത് കിട്ടുള്ളൂ. അപ്പം അതിങ്ങനെ റീഡ് ചെയ്ത് സെറ്റായി വരണം. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. ഹൗസ് ഫ്ലൈ അല്ലെങ്കിൽ മസ്ക ഡൊമസ്റ്റിക്ക, നമ്മളെ ഈച്ച അല്ലേ? അപ്പം ഇതിൻ്റെയും നമുക്ക് എല്ലാ കാറ്റഗറീസിൻ്റെയും പേരറിയണം. ഏതൊക്കെയാണ്? കിങ്ഡം ഞാൻ ഷോർട്ടാക്കിയാണ് എഴുതുന്നത്. ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ് ആൻഡ് സ്പീഷീസ്. ഓക്കെ, അപ്പൊ ഇതില് ഹൗസ് ഫ്ലൈന്റെ സയന്റിഫിക് നെയിം മസ്ക ഡൊമസ്റ്റിക്ക എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ? അപ്പം അതിൽ നിന്ന് ജീനസും സ്പീഷീസും നമുക്ക് കിട്ടും. ജീനസ് എന്ന് പറയുന്നത് എന്താണ്? മസ്കയാണ്. സ്പീഷീസ് എന്ന് പറയുന്നത് ഡൊമസ്റ്റിക്ക. ഓക്കെ, നേരത്തെ നമ്മൾ ഹോമോസാപ്പിയൻസിന്റെ ജീനസ് ഹോമോ അതിനെ കൊണ്ട് ഹോമിനിഡേ എന്ന് എഴുതി. അപ്പം ഇതിന്റെ ഫാമിലി നെയിം ആലോചിക്കുക, മസ്കിഡേ. എന്താ വരിക? മസ്കിഡേ. ഓക്കെ, പിന്നെ ഇതിന്റെ ഓർഡർ വരുന്നത് ഡിപ്റ്ററ. എന്താണ് ഓർഡർ വരുന്നത്? ഡിപ്റ്ററ. ക്ലാസ് വരുന്നത് ഇൻസെക്റ്റ. അതൊരു ഇൻസെക്റ്റ് അല്ലേ? അപ്പം ക്ലാസ് എന്താണ്? ഇൻസെക്റ്റ. ഫൈലം വരുന്നത് ആർത്രോപോഡ. ഏതാണ് ഫൈലം? ആർത്രോപോഡ. ഈ ആർത്രോപോഡ എന്ന് പറയുന്നത് ലാർജസ്റ്റ് ഫൈലാണ് കേട്ടോ. നമുക്ക് സെക്കൻഡ് ചാപ്റ്റർ ആനിമൽ കിങ്ഡത്തിൽ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്, ഇപ്പോൾ പറയാം. ഇനി കിങ്ഡം ഏതായിരിക്കും? എന്തായാലും ആനിമൽ കിങ്ഡം അല്ലേ? അപ്പം ഹൗസ് ഫ്ലൈൻ്റെയും ഇതുപോലെ
കിങ്ഡം മുതൽ സ്പീഷീസ് വരെയുള്ള പേരുകൾ നിങ്ങൾ തറവായിരിക്കണം. ഒന്നും കൂടി പറയാം, മസ്ക എന്നാണ് അതിന്റെ ജീനസ് നെയിം, സ്പീഷീസ് നെയിം ഡൊമസ്റ്റിക്ക. അത് നമുക്ക് സയന്റിഫിക് നെയിം തന്നെ കിട്ടും. പിന്നെ ഫാമിലി എന്താണ്? മസ്കിഡേ. എന്താണ്? മസ്കിഡേ. ഓർഡർ എന്ന് പറയുന്നത് ഡിപ്റ്ററ. ക്ലാസ് എന്ന് പറയുന്നത് ഇൻസെക്റ്റ. ഫൈലം എന്ന് പറയുന്നത് ആർത്രോപോഡ. കിങ്ഡം എന്ന് പറയുന്നത് ആനിമൽ കിങ്ഡം. ഓക്കെ ആണല്ലോ? അപ്പൊ ഈ ടേമുകൾ പുതിയതായതുകൊണ്ട് റിപ്പീറ്റഡ്ലി വായിക്കണേ. ഓക്കെ, ഇനി അടുത്തത് നോക്കിയേ, മാംഗോ. അതിന്റെ സയന്റിഫിക് നെയിം മാഞ്ചിഫറ ഇൻഡിക്ക എന്നാണ്. അപ്പം ഇതിൻ്റെയും എല്ലാ കാറ്റഗറീസിന്റെ പേരുകളും നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പം ഓരോന്ന് കിങ്ഡം, ഇവിടെ ഫൈലത്തിന് പകരം ക്ലാസ് ആണ്, സോറി ഡിവിഷൻ ആണ്. ഫൈലം അല്ല, പ്ലാന്റ് ആയതിനെ കൊണ്ട് നമ്മൾ എന്ത് പറയും? ഡിവിഷൻ എന്ന് പറയും. അപ്പം കിങ്ഡം, ഡിവിഷൻ, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ് ആൻഡ് സ്പീഷീസ്. ഓക്കെ, സയന്റിഫിക് നെയിം മാഞ്ചിഫറ ഇൻഡിക്ക എന്നായതുകൊണ്ട് ജീനസ് എന്തായിരിക്കും? മാഞ്ചിഫറ എന്നായിരിക്കും. സ്പീഷീസ് എന്തായിരിക്കും? ഇൻഡിക്ക എന്നായിരിക്കും, അല്ലേ? ഇനി ഫാമിലി, നമ്മൾ നേരത്തെ ഹോമോ ജീനസ് വന്നപ്പം ഹോമിനിഡേ എന്ന് എഴുതി, അതുപോലെ മസ്ക ജീനസ് വന്നപ്പം മസ്കിഡേ എന്ന് എഴുതി. അപ്പോൾ ഇവിടെ ഫാമിലി എന്തായിരിക്കും? മാഞ്ചിഫറിഡേ എന്നായിരിക്കോ? അല്ല കേട്ടോ, ഇവിടെ മാറ്റമുണ്ട്. ഇവിടെ ഫാമിലി വരുന്നത് അനാകാർഡിയാസിയെ എന്നാണേ. എന്താണ്? അനാകാർഡിയാസിയെ. മറ്റേത് ഒരു ലാസ്റ്റ് ഒരു സി എ ചേർത്ത മാതിരി ഇതിലേക്ക് അങ്ങനെ ചേർക്കരുത്. ഇതിന്റെ വ്യത്യാസം എന്താണ്? ഇതിന്റെ ഫാമിലി എന്താ വരുന്നത്? അനാകാർഡിയാസിയെ എന്നാണ് കേട്ടോ. ഭയങ്കര വലിയ പേരാ അല്ലേ, അനാകാർഡിയാസിയെ. ഓക്കെ, ഇനി ഇതിന്റെ ഓർഡറിന്റെ പേരാലോചിക്കുക, സാപ്പിൻഡെയിൽസ്. എന്താണ് ഓർഡറിന്റെ പേര്? സാപ്പിൻഡെയിൽസ്. ക്ലാസ് എന്ന് പറയുന്നത് ഡൈകോട്ടിൽഡോണെ. എന്താണ്? ഡൈകോട്ടിൽഡോണെ. ഡിവിഷൻ എന്ന് പറയുന്നത് ആൻജിയോസ്പെർമേ. എന്താ വരുന്നത്? ആൻജിയോസ്പെർമേ. പിന്നെ കിങ്ഡം ഒബ്വിയസ്ലി പ്ലാന്റ് കിങ്ഡം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മാംഗോന്റെ കേസിൽ വരുന്നത്. ഒന്നും കൂടി പറയാം, സ്പീഷീസ് ഏതാണ്? ഇൻഡിക്ക. ജീനസ് മാഞ്ചിഫറ. ഫാമിലി എന്ന് പറയുന്നത് അനാകാർഡിയാസിയെ. ഓർഡർ സാപ്പിൻഡെയിൽസ്. ക്ലാസ് ഡൈകോട്ടിൽഡോണെ. ഡിവിഷൻ ആൻജിയോസ്പെർമേ. ആൻഡ് കിങ്ഡം പ്ലാന്റ് കിങ്ഡം. ഓക്കെ, അപ്പം ആ പേരുകളും കൂടി ഫെമിലിയർ ആണ്. ഇനി ലാസ്റ്റ് ഒരൊറ്റൊരു കാറ്റഗറി പേരും കൂടിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ദാറ്റ് ഈസ് വീറ്റ്. വീറ്റിന്റെ സയന്റിഫിക് നെയിം നോക്കുക, ട്രിറ്റിക്കം ആസ്റ്റിവം എന്നാണ് വീറ്റിന്റെ സയന്റിഫിക് നെയിം. ഇതാണ് ട്രിറ്റിക്കം ആസ്റ്റിവം. അപ്പൊ ഇതിന്റെയും എല്ലാ കാറ്റഗറീസിന്റെ പേരും കൂടി അറിയണം. ഇതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. ഓക്കെ, അപ്പം നോക്കാം. വീറ്റ് അല്ലെങ്കിൽ ട്രിറ്റിക്കം ആസ്റ്റിവം എല്ലാ കാറ്റഗറീസും നോക്കാം. കിങ്ഡം, പ്ലാന്റ് ആയതിനെ കൊണ്ട് നമ്മൾ ഡിവിഷൻ എഴുതി. ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ്. ഓക്കെ, അപ്പൊ അതില് ട്രിറ്റിക്കം ആസ്റ്റിവം ആണ് സയന്റിഫിക് നെയിം അല്ലെ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ജീനസ് ട്രിറ്റിക്കം എന്ന് കിട്ടും, സ്പീഷീസ് ആസ്റ്റിവം. ഓക്കെ, അപ്പൊ സയന്റിഫിക് നെയിം അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് സാധനങ്ങൾ കിട്ടും, ജീനസും സ്പീഷീസും. ഇനി ഇതിന്റെ ഫാമിലി വരുന്നത് പൊയാസിയെ. എന്താണ് ഫാമിലി നെയിം? പൊയാസിയെ. ഇനി ഓർഡർ വരുന്നത് പൊയെയിൽസ്. എന്താണ് ഓർഡർ വരുന്നത്? പൊയെയിൽസ്. പിന്നെ ക്ലാസ് വരുന്നത് മോണോകോട്ടിൽഡോണെ. എന്താണ്? മോണോകോട്ടിൽഡോണെ. പിന്നെ ഡിവിഷൻ, അത് സെയിം ആസ് മാംഗോ, ആൻജിയോസ്പെർമേ. അതാണ് ആൻജിയോസ്പെർമേ. പിന്നെ കിങ്ഡം എന്തായാലും പ്ലാന്റ് കിങ്ഡം ആയിരിക്കും. ഓക്കെ, ഒന്നും കൂടി പറയാം. ട്രിറ്റിക്കം ആസ്റ്റിവം എന്നാണ് വീറ്റിന്റെ സയന്റിഫിക് നെയിം. അതിന്റെ ജീനസ് വരുന്നത് ട്രിറ്റിക്കം എന്നാണ്. സ്പീഷീസ് വരുന്നത് ആസ്റ്റിവം എന്നാണ്. ഫാമിലി പൊയാസിയെ. ഓർഡർ പൊയെയിൽസ്. ക്ലാസ് മോണോകോട്ടിൽഡോണെ. ഡിവിഷൻ ആൻജിയോസ്പെർമേ. കിങ്ഡം ഏതാണ്? പ്ലാന്റ് കിങ്ഡം. ഓക്കെ, ഈ ഒരു ഭാഗം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു ഏറ്റവും ചെറിയ ചാപ്റ്ററാണ് സുവോളജിയിലെ, +1 സുവോളജിയിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഏറ്റവും ചെറിയ ചാപ്റ്ററാണ് ഏത്? ലിവിങ് വേൾഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ, ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ ഫുൾ മാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്കോർ ചെയ്യാൻ പറ്റും.
ഓക്കെ, അപ്പൊ ഞാൻ ഒന്നും കൂടി ഇതിന്റെ ഒരു ബ്രീഫായിട്ട് കാര്യങ്ങൾ ഒന്നും കൂടി പറയാം. എന്തൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞത്? ഓൾറെഡി നമ്മൾ പറഞ്ഞു, ജസ്റ്റ് ചെറുതാക്കി ഒന്ന് പറഞ്ഞുതരാം. ബയോഡൈവേഴ്സിറ്റി എന്താന്ന് പഠിക്കണം അല്ലെ, പിന്നെ അതുപോലെ ടാക്സോണമി എന്താന്ന് പഠിക്കണം. അതിൽ 4 കാര്യങ്ങൾ: ക്യാരക്ടറൈസേഷൻ, ഐഡന്റിഫിക്കേഷൻ, ക്ലാസിഫിക്കേഷൻ, നോമൻക്ലേച്ചർ. പിന്നെ ആരാണ് ഫാദർ ഓഫ് ടാക്സോണമി? കാൾ ലിനേയസ്. സിസ്റ്റമാറ്റിക്സ് എന്താന്ന് പഠിക്കുക, സിമ്പിൾ ആണ്, ടാക്സോണമി പ്ലസ് എവല്യൂഷണറി റിലേഷൻഷിപ്പ് അല്ലെ. പിന്നെ ക്യാരക്ടറൈസേഷൻ, ഐഡന്റിഫിക്കേഷൻ, അതിൽ പ്രത്യേകിച്ച് നമുക്കൊന്നും പഠിക്കാനില്ല, ജസ്റ്റ് ക്യാരക്ടേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ള കാര്യം മാത്രം. പിന്നെ നോമൻക്ലേച്ചറിലേക്ക് വന്നു കഴിഞ്ഞാൽ ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്താണ്, അതാരാണ് പ്രപ്പോസ് ചെയ്തത്, അതിന്റെ ലോസ് അത് പഠിക്കണം. പിന്നെ അതുപോലെ IC സെറ്റിന്റെ ICBN എക്സ്പാൻഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നിങ്ങൾക്ക് അധിക ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു നോക്കിയാലും എക്സ്പാൻഡ് IC സെറ്റൻ അല്ലെങ്കിൽ എക്സ്പാൻഡ് ICBN എന്ന് പറഞ്ഞ് കാണാം. പിന്നെ നോക്കേണ്ടത് ക്ലാസിഫിക്കേഷൻ അല്ലെ, ഓരോരോ കാറ്റഗറീസ് ആയിട്ട് തിരിക്കുക. ഓരോ കാറ്റഗറീസിനെ വിളിക്കുന്ന പേര് ടാക്സോൺ അല്ലെങ്കിൽ ടാക്സ എന്നാണ്. പിന്നെ മൊത്തം കാറ്റഗറീസിനെ വിളിക്കുന്ന പേര് ടാക്സോണമിക്കൽ ഹൈറാർക്കി. പിന്നെ ഇത് ഓർഡറിൽ പഠിക്കണം. കാറ്റഗറീസ്: കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ്. അസെൻഡിങ് ഓർഡറിലും ഡിസെൻഡിങ് ഓർഡറിലും എഴുതാൻ പഠിക്കണം. പിന്നെ അതുപോലെ തന്നെ ഓരോന്നും നമ്മൾ പറഞ്ഞു എങ്ങനെയാണെന്നുള്ളത് അല്ലേ. അപ്പം സ്പീഷീസ് മുതൽ കിങ്ഡം വരെ ഉള്ളത് എങ്ങനെയാണെന്നും അതിന്റെ എക്സാമ്പിൾസും പഠിച്ചു വെക്കുക. പിന്നെ ഈ ഒരു വേർഡ് ആലോചിക്കുക, ഈ ഒരു സെന്റൻസ്: ആസ് വി ഗോ ഹയർ ഫ്രം സ്പീഷീസ് ടു കിങ്ഡം the number of common characters goes on decreasing. പിന്നെ അത് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു മാന്, ഹൗസ് ഫ്ലൈ, മാംഗോ, വീറ്റ്. ടെക്സ്റ്റിൽ ഒരു ടേബിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, നമ്മൾ ഓരോന്നും ഡിസ്ക്രൈബ് ചെയ്തു. അപ്പം അതിന്റെ എല്ലാത്തിൻ്റെയും ടാക്സോണമി കാറ്റഗറീസിന്റെ പേര് കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കണം. അപ്പോൾ ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ എന്തായി? കംപ്ലീറ്റ് ആയി. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ചാപ്റ്ററുമായിട്ട് നെക്സ്റ്റ് ഇതിൽ കാണാം. താങ്ക് യു.